ഇന്ന് നമ്മൾ കേരളക്കരയാകെ ഒരർത്ഥത്തിൽ ഞെട്ടിയതാണ്. എന്നാൽ ചിലർ ചോദിക്കുന്നു ഇതിനകത്ത് ഞെട്ടാൻ എന്തുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്ന കാര്യമല്ലേ? അങ്ങനെയല്ല. കാരണം ഇത് കേരള പോലീസിൻ്റെ മൊഴിയിൽ മാത്രം ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾക്ക് ഇന്ന് പ്രതിയുടെ ശബ്ദത്തിൽ ഇന്ന് കേരളക്കര അത് കേൾക്കുകയാണ്. മാത്രമല്ല, പ്രതി പലപ്പോഴും ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിലൊക്കെ, കോടതിയിലേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിലൊക്കെ അയാൾ പ്രതികരിച്ചിരുന്നത് അങ്ങനെയല്ല. മാത്രമല്ല, വളരെ ബോധപൂർവം ഒന്നാം പ്രതിയായ പൾസ സുനി, എട്ടാം പ്രതിയായ ദിലീപിനെ രക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങളുണ്ടായിരുന്നു. വളരെ ശ്രദ്ധാപൂർവം കണ്ണിങ്ങായി കൊടുത്ത മൊഴികളുണ്ട് കോടതിയിൽ. അതെല്ലാം ഇന്നിപ്പോൾ പൊളിഞ്ഞു വീഴുന്നതാണ് കണ്ടത്. വഴിത്തിരിവാകുന്ന ഒരു വെളിപ്പെടുത്തലായിട്ട് തന്നെ വേണം ഈ ഘട്ടത്തിൽ നമുക്കതിനെ കാണാൻ. കാരണം പൾസർ സുനിയുമായി സംസാരിക്കുക, പൾസർ സുനിയിൽ നിന്നും കാര്യങ്ങൾ പുറത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി റോഷിപാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തുന്ന ശ്രമഫലമായി കിട്ടിയ അഭിമുഖമാണ്. അതല്ലാതെ പൾസർ സുനി നേരിട്ട് താല്പര്യപ്പെട്ട് റോഷിപാലിന് നൽകിയൊരു അഭിമുഖമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ഒന്നുകൂടി പറയേണ്ടി വരുന്നത്. അപ്പോൾ അതിൽ അയാൾ ഈ കുറ്റകൃത്യം നടത്തിയ ആളാണ്. ബലാത്സംഗം പണം വാങ്ങി നടത്തിയ ആളാണ്. കൊട്ടേഷൻ കിട്ടി. ആ കൊട്ടേഷന് കിട്ടിയ മുഴുവൻ തുകയും തനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പരാതിപ്പെടുകയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അയാൾ ഇപ്പോൾ പരസ്യമായി പറഞ്ഞിരിക്കുന്നത് താൻ ആ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു, താൻ ബലാത്സംഗം ചെയ്തിരിക്കുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് അയാൾ നടത്തിയിരിക്കുന്നത്. അതിന് തനിക്ക് 1.5 കോടി വാഗ്ദാനം ലഭിച്ചെങ്കിലും അതിൽ കിട്ടിയില്ല, 80 ലക്ഷം ഇനിയും കിട്ടാനുണ്ട് എന്ന കാര്യം പറഞ്ഞു. പിന്നീട് കുറേ കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ ഈ കേസ് എന്തുകൊണ്ടാണ് ഇപ്പോൾ രാജ്യത്ത് തന്നെ ശ്രദ്ധ നേടാനുള്ള കാരണം, കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് ഒരു ബലാത്സംഗം നടപ്പാക്കുന്ന ആദ്യത്തെ കേസ് നിലയ്ക്കാണ്. പക്ഷെ അങ്ങനെയല്ല, സിനിമാ മേഖലയിൽ ഇതിനു മുൻപും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരാരും തന്നെ പരാതിപ്പെടാൻ തയ്യാറായില്ല. അവർ ഭയന്ന് അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് നമ്മൾ കേട്ടതാണ്. അത് ഇയാൾ ഒന്നുകൂടി വിളിച്ചു പറയുന്നു. പിന്നീട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മൊബൈൽ ഫോൺ, ഈ ബലാത്സംഗ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ അതിപ്പോഴും തൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ്. അത് കാണാനില്ല. അത് കായലിൽ കടലിലൊക്കെ തപ്പുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പോലീസുകാർ പരമാവധി അന്വേഷിച്ചിട്ടും ആ ഫോൺ കിട്ടിയിട്ടില്ല. ആ ഫോൺ അയാൾ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അതിൽ വീണ്ടും റോഷിപാൽ വീണ്ടും ചോദിക്കുന്നുണ്ട് ആ ഫോണുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതിൽ അയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട തെളിവല്ലാതെ വേറെയും അയാളുടെ ക്രൈമിൻ്റെ തെളിവുകൾ അതിലുള്ളത് കൊണ്ടാകാം അയാൾ ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇനി പോലീസ് ആ ഫോൺ കണ്ടെത്താനുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകുമോ എന്നുള്ളത് ഇതിനെ യഥാർത്ഥത്തിൽ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനായിട്ടാണ് കാണുന്നത്. ഇതിൽ നിയമപരമായി മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപക്ഷെ ഒരു പുതിയ അന്വേഷണത്തിൽ, തുടരന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം പോകേണ്ടി വരും. ഇപ്പോൾ അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ്. ഇതിപ്പോൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു, വിചാരണ പൂർത്തീകരിച്ചു, അന്തിമവാദം അതിൻ്റെ അവസാന ഘട്ടത്തിൽ. ഈ മാസം 11 കൂടി ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു. കാരണം ഈ കേസ് വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് അതിജീവിത തന്നെ പലതവണ കോടതിയിൽ ആവശ്യപ്പെട്ടതാണ്. കേസ് എങ്ങനെയൊക്കെയാണ് പ്രതി, 8ാം പ്രതി വൈകിച്ചതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 8ാം പ്രതിയുടെ മൊബൈൽ ഫോണുകൾ കോടതി ആവശ്യപ്പെട്ടത് തന്നെ ഏത് രൂപത്തിലായിരുന്നു, അഭ്യർത്ഥിച്ചിട്ട് ഒന്ന് തരാമോ, ഒന്ന് നോക്കിയിട്ട് തിരിച്ചു തരാം എന്ന മട്ടിൽ കോടതി പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. എത്ര ദിവസം അതുമായി ബന്ധപ്പെട്ട് നടി അതിന് പിന്നാലെ പോകേണ്ടി വന്നിരുന്നുള്ളൂ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ ഒരു വൈകിക്കലായി നടന്നു. നമുക്ക് 2017 ഫെബ്രുവരി 17 നടന്ന സംഭവം ഇപ്പോൾ 8 വർഷമായിരിക്കുന്നു. സുപ്രീം കോടതിയും പെട്ടെന്ന് കാര്യങ്ങൾ തീർപ്പാക്കണമെന്ന് പറയുന്ന ഘട്ടമാണ്. ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മറ്റൊരു ഹർജി ഇയാൾ നൽകിയിട്ടുണ്ട്, 8ാം പ്രതി. ഈ ഘട്ടത്തിൽ അതിജീവിതയുടെ അഭിഭാഷക ഇന്നിപ്പോൾ നമ്മുടെ ചർച്ചയിലൊക്കെ പ്രതികരിക്കുമ്പോൾ പറയുന്നത് ഇതിൽ ഒരു ട്രാപ്പുണ്ട് എന്നാണ്. അതായത് ഇതിൽ ഇനി ഒരു തുടരന്വേഷണം എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ നീട്ടുക എന്നുള്ള ഉദ്ദേശം ഇതിൽ ദിലീപിനുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികരണമായിട്ട് അവരതിനെ കാണുന്നു. അവർക്ക് അങ്ങനെ സംശയിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ നമുക്ക് ഈ അഭിമുഖം കിട്ടിയത് അങ്ങനെയല്ലായിരുന്നു, നമ്മളുടെ ശ്രമഫലമായിട്ട് കിട്ടിയതാണെന്ന് നമുക്കറിയാം. ഇതിൽ പോലീസ് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം കോടതി അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. ആ നിലയ്ക്ക് ഇതൊരു പുതിയ തെളിവാണ്. ഇതിലപ്പുറം ഇത് ജനങ്ങളുടെ കോടതിക്ക് മുന്നിൽ ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ജനം ഇതിലൊരു വിധി എഴുതുകയും ചെയ്ത കഴിഞ്ഞ കാര്യമാണ്. അത് എത്രത്തോളം അതിജീവിതയ്ക്കൊപ്പം നമ്മൾ നിൽക്കുന്നു, ഈ കേസ്, ഈ സംഭവത്തിന് ശേഷം ഈ നാടെങ്ങനെ മാറി എന്നുള്ളത് കൂടി ഒരു കാര്യമാണല്ലോ. വിപ്ലവകരമായ മാറ്റങ്ങൾ സിനിമാ ലോകത്തിലുണ്ടായിട്ടുണ്ട്. അതിൽ 2 അഭിപ്രായമുണ്ടെങ്കിലും അതിജീവിതയ്ക്കൊപ്പം അല്ലെങ്കിൽ പീഡകരൊപ്പം എന്ന രൂപത്തിൽ സിനിമാ ലോകം രണ്ടാകുന്നത് നമ്മൾ കണ്ടു. പിന്നീട് WCC രൂപീകരിക്കപ്പെട്ടു, ഹേമ കമ്മിറ്റി വന്നു. ഹേമ കമ്മിറ്റിക്ക് മുമ്പേ വന്നിരിക്കുന്ന കള്ളമൊഴികളുടെ പൂച്ചുപുറത്തിയാടി യഥാർത്ഥ കേസുകളിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു. വേറെയും നടന്മാർ കേസിൽ പ്രതികളാകുന്നു, അവർ ശിക്ഷ അനുഭവിക്കുന്ന വക്കിൽ വരെ എത്തുന്നു, ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു. ഇതൊക്കെ നമ്മൾ കാണുകയാണല്ലോ. ആ രൂപത്തിലേക്ക് അതിനൊരു തുടർച്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇത് അതിജീവിതയ്ക്ക് നീതി കിട്ടാനുള്ള ഒരു അടുത്ത സ്റ്റെപ്പായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. Meet the editors.